എന്തൊക്കെയാണ് കലോത്സവത്തിന്റെ വിശേഷങ്ങൾ? സംസ്ഥാന സ്കൂൾ കലോത്സവം 64ാമത്. അതെ. അപ്പോൾ ഞാൻ കലോത്സവ വേദിയിലെ പരിശീലകനായിരുന്നു 10-28 കൊല്ലം. 20 കൊല്ലം തുടർച്ചയായി സ്റ്റേറ്റ് ഹൗസിൽ സമ്മാനം മേടിച്ച ഒരാളാണ്. ഇപ്പോൾ 6 കൊല്ലമായിട്ട് ഞാൻ സിനിമയും ടെലിവിഷനകത്തും. അപ്പോൾ ഇത് ഭയങ്കര മൂടാണ്. ഞാനിപ്പോൾ ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു, സുരാജ് കഞ്ഞാറമൂട് നായകനെ പടത്തിൽ തൂട്ട് വേഷം ചെയ്തു. അവൻ്റെ ഗ്യാപ്പ് നോക്കിയിട്ട് ഇങ്ങോട്ട് വന്നാണ്. ഇത് വേറെ നിൽക്കാൻ പറ്റില്ല. ആ ഭയങ്കര മൂടല്ലേ നമ്മുടെ. ഇന്നിപ്പോൾ നിങ്ങൾ വന്ന് എന്നെ വിളിക്കുന്നത് എൻ്റെ അടിത്തറ, എൻ്റെ അക്കാഡമിക്ക് കലോത്സവമാണ്. ഒരു കലോത്സവത്തിനും പങ്കെടുത്തിട്ടാണ് പഠിപ്പിക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഇങ്ങനെ നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് മറക്കാൻ പറ്റുമോ? ഇതൊരു ഊർജ്ജമല്ലേ, ഭയങ്കര പോസിറ്റീവാണ്. പുതിയ സിനിമ ഇതിൻ്റെ പരിപാടിയൊക്കെ ചെയ്തിട്ട് സന്തോഷം. പിന്നെ കലോത്സവത്തിൽ പിള്ളേർമാർ ഉഷാറന്മാരാണ്, അടിപൊളിയാണ്. ഇപ്പോൾ ഇന്നലെ നാടകം കഴിഞ്ഞു, അല്ല ഇന്ന് മോണാക്ട് ഉണ്ട്, ഇന്ന് നാടകമുണ്ട്, മിമിക്രി ഉണ്ട്, ഡാൻസ് ഉണ്ട്. ഭയങ്കര പെർഫോമൻസാണ്. അപ്പോൾ അസാധ്യ പ്രതിഭകൾ അവർക്ക് കിട്ടുന്നൊരു അവസരം. ഇവിടെ സന്തോഷമായിട്ട് പോകണം, സങ്കടപ്പെടരുത്. ഇവിടെ വരാൻ പറ്റിയൊരു ഭാഗ്യമായിട്ട് കണ്ടാൽ മതി. ആരും പരാജയപ്പെടുന്നില്ല, എല്ലാവരും വിജയിക്കുകയായിരുന്നു. പരാജയമില്ല, കലോത്സവത്തിൽ പരാജയമില്ല. അപ്പോൾ സന്തോഷത്തോടെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടി പറഞ്ഞ് വീട്ടിൽ പോട്ടെ. പിന്നെ ഒരു +2 കഴിഞ്ഞാൽ നമുക്ക് ഇവരെ വീണ്ടും കാണാൻ പറ്റുന്നില്ല. ഇവരത് ഉപേക്ഷിക്കുന്നു, അവർ വേറെ മേഖല പോകുന്നു. പിന്നെ ഇതെടുക്കാം, പക്ഷെ അത് വേണം. ഈ കലയും എല്ലാം നമ്മൾ ചേർത്ത് പിടിക്കണം. അതൊക്കെ കൊണ്ടുപോകണം.